ഹായ്, ഞാൻ ഇന്നേ ഒരു സ്റ്റോറി പറയാൻ വേണ്ടി വന്നതാണേ. വേറെ ഒന്നുമല്ല, എൻ്റെ തന്നെ സ്റ്റോറിയാണ്. ഇന്ന് മദേഴ്സ് ഡേ ഒക്കെ ആണല്ലോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും എൻ്റെ മാതൃദിന ആശംസകൾ അറിയിക്കണു. പിന്നെ എൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ, എനിക്കും ഒരു 9 വർഷം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ പോലെ തന്നെ വിഷമമുള്ള കുറെ ആളുകൾ ഉണ്ടാവില്ലേ, അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ധൈര്യം കൈവിടരുത് ഒരിക്കലും. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കണം. ഇപ്പൊ എല്ലാവരും ചോദിക്കും, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങും, എന്താ വിശേഷമായില്ലേ എന്ന്. പക്ഷെ നമ്മുടെ ഹസ്ബൻഡും നമ്മുടെ വീട്ടുകാരും നമുക്ക് സപ്പോർട്ടായി ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാൻ ആദ്യം പഠിക്കണം. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്നല്ലേ പറയാ. ദൈവത്തെ ഒരിക്കലും കൈവിടരുത്. എനിക്ക് ഒരു 8 മിസ്കാരേജസ് ആയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പൊ എല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞാണ്, സജിത നല്ല ദൈവവിശ്വാസിയല്ലേ, സജിതയെ കുറച്ച് പരീക്ഷിക്കുകയായിരിക്കും. അപ്പോ സജിത ഒരിക്കലും ദൈവത്തെ കൈവിടരുത്, എനിക്കിങ്ങനെ വന്നല്ലോ, ഞാൻ ഇത്രയും ദൈവത്തെ വിളിച്ചല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കൈവിടരുത്. ഇപ്പൊ എങ്ങനെയാണോ തുടർന്നു കൊണ്ടുപോകണം അതേപോലെ തന്നെ ഇനിയും തുടരണം, എത്ര വിഷമം വന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാന് അത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവര് ഒരിക്കലും ദൈവത്തെ വിളിക്കാതെയോ ട്രീറ്റ്മെന്റ് ചെയ്യാതെയോ സമയത്തിന് ടാബ്ലറ്റ് കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. പിന്നെ പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. ഹസ്ബൻഡ് ഭാര്യ ഭർത്താവ് അങ്ങനെ കുറ്റപ്പെടുത്തലുണ്ടാവും. നമ്മുടെ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് ഉണ്ടാവും. ഒരു സപ്പോർട്ട് എപ്പോഴും ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും നല്ല സപ്പോർട്ട് കൊടുക്കുക. ആരുടെ മുന്നിലും അവരെ ഒരു തരം താഴ്ത്തി പറയാതിരിക്കുക, ഭാര്യ ആയാലും ഭർത്താവായാലും. എന്നാൽ മാത്രമേ നമുക്ക്, നമ്മുടെ ലൈഫാണല്ലോ, മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളത് നല്ല രീതിക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമുക്ക് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, നമുക്കത് ട്രീറ്റ്മെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ കാണിക്കുന്ന ഡോക്ടർ നല്ല വിശ്വാസമാണ്. നമ്മുടെ മനസ്സിൽ എനിക്കിത് ശരിയാവും, ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ. ഞാൻ കുറെ ഡോക്ടറെ അടുത്തൊന്നും പോയില്ല എന്നൊക്കെ വാശി പിടിച്ച ആളാണ്. വർഷങ്ങളോളം ട്രീറ്റ്മെന്റ്, എനിക്ക് 9ാമത്തെ വർഷത്തിലാണ് മോൻ ജനിക്കുന്നത്. അപ്പൊ അത്രയും കാലം ഞാനും വിചാരിച്ചത്, കുറെ ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് മടുക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനോട്, എനിക്കിനി വയ്യ, എനിക്ക് ട്രീറ്റ്മെന്റ് വേണ്ട. അപ്പൊ അങ്ങനെ ഒരു 6 വർഷമൊക്കെ ആയപ്പോ എന്നോടൊരു ഡോക്ടർ ചോദിച്ചു, 6 അബോർഷനൊക്കെ കഴിഞ്ഞപ്പോ എന്നോട് ഡോക്ടർ ചോദിച്ചത്, എവിടുത്തെ ഡോക്ടർ, ഏത് ഡോക്ടർ, ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഡോക്ടർ ചോദിച്ചത്, നിങ്ങൾക്കൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തൂടെ, എന്തിനാണ് ഇങ്ങനെ ശരീരം കേടാക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കേട്ടപ്പോ നമ്മുടെ മനസ്സ് സത്യം പറഞ്ഞാൽ, അയ്യോ ഇനി വയ്യ, ഏതൊരു ഡോക്ടർ ആരെ വായിന്ന് ഇങ്ങനെ കേൾക്കരുത് ഇതാക്കിയിട്ട് ഞാൻ ഇനി ട്രീറ്റ്മെന്റിന് ഇല്ല എന്ന് ഉറച്ചു പറഞ്ഞ ആളാണ്. പിന്നെയും 1 വർഷത്തോളം ഞാൻ ഏത് ഹോസ്പിറ്റലിലും പിന്നെ പോയില്ല. പിന്നെയും നമ്മുടെ മനസ്സ് വരില്ലല്ലോ, നമുക്കൊരു അമ്മയാവണം എന്നുള്ളിടത്തോളം നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ വീണ്ടും ട്രീറ്റ്മെന്റ് ചെയ്തു. ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്ത് ഹൈദരാബാദിലാണ്. അവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് അങ്ങനെ എനിക്ക് 2004 കല്യാണം കഴിഞ്ഞു. മോൻ ആവണത് 2013 അതും 7 മന്ത് ബേബിയാണ്. കുറെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അവനെ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്തത്. ഭയങ്കര വെയിറ്റ് കുറവായിരുന്നു, 1.2 ആയിരുന്നു വെയിറ്റ്. ഇപ്പൊ നോർമൽ, നല്ല എന്താ പറയാ, ഓവർ വെയിറ്റ് ഒക്കെയാണ് കേട്ടോ ഇപ്പൊ ആള് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയാ, ഒരിക്കലും ആരും ഇതിന്റെ ഒരു പേരിൽ ആരും വിഷമിക്കരുത്. നമ്മള് ട്രീറ്റ്മെന്റും ദൈവത്തെയും വിശ്വസിച്ച് പരസ്പരം ഭാര്യ ഭർത്താവ് നമ്മളൊരു ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഇല്ലാതെ നല്ല രീതിക്ക് മെഡിസിൻ എല്ലാം കഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബേബി ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെയും കൂടി ഒരു സ്റ്റോറി, മറ്റുള്ളവരെയും കൂടി അറിയിച്ച് ഇങ്ങനെ വിഷമം അനുഭവിക്കുന്നവർക്ക് ഒരു മനസ്സിലേക്ക് ഒരു ധൈര്യം കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മദേഴ്സ് ഡേക്ക് തന്നെ ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ചിലപ്പോഴേ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറി. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ പുതിയതായിട്ടാണ് ഈ വീഡിയോ എല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ അതെല്ലാം ഒന്ന് പറഞ്ഞു തരണേ. പുതിയതായി കാണുന്ന ആൾക്കാരാണെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ നോക്കണം കേട്ടോ. എന്താ ആ ചേച്ചി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരണേ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീഡിയോ. വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.